കോഡ് പറയാം. ആദ്യത്തെ കോഡ് A അശോക ചക്ര, കീർത്തി ചക്ര, ശൗര്യ ചക്ര. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖല്ലേ? നന്നായി പഠിക്കുന്നുണ്ടോ കൂട്ടുകാർ? ഒരു കിടിലൻ ക്ലാസ് ആണ്. വരാൻ പോകുന്ന ഏതൊരു PSC പരീക്ഷയ്ക്കും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളൊന്ന് സ്ക്രീൻ നോക്കിക്കേ. നല്ല അടിപൊളി PDF എന്ന് വെച്ചാൽ ഏറ്റവും ആവശ്യമുള്ളത് മാത്രം നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അല്ലാതെ വാരി വലിച്ച് നമ്മൾ പഠിച്ചു നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾ എഴുതാൻ പോകുന്ന ഏതൊരു പരീക്ഷയും ഡിഗ്രി ലെവൽ എക്സാമിന് വരെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. നിങ്ങൾ തുടർന്ന് ക്ലാസ് കാണുക. അവസാനം അഭിപ്രായവും ചോദ്യത്തിന് ഉത്തരവൊക്കെ കമന്റ് ചെയ്യട്ടോ. ഓക്കെ, നമ്മുടെ ഇതുവരെ എടുത്ത മുഴുവൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളുടെയും ലിങ്ക് ഒരൊറ്റ പ്ലേലിസ്റ്റ് ലിങ്ക് മുകളിൽ കൊടുക്കാം. ഈ വീഡിയോ അവസാനം കാണും. എല്ലാ PDF നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ നൽകുന്നുണ്ട്. ടെലഗ്രാം ചാനൽ ലിങ്ക് ഫസ്റ്റ് കമന്റിലുണ്ട്. ആദ്യമായിട്ട് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. ഇന്ത്യ റിപ്പബ്ലിക് ആയതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2026 ജനുവരി 26 നമ്മൾ ആഘോഷിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാർക്കറിയാം 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളാണ് നടന്നത് 2026. 1950 ജനുവരി 26 നമ്മൾ ആദ്യ വർഷം ആഘോഷിച്ചല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 2026 എത്തി നിൽക്കുമ്പോൾ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷമാണ്. നോക്കൂ, ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തായിരുന്നു പ്രമേയം എന്ന് ചോദിച്ചാൽ വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ എന്ന പ്രമേയത്തിൽ ഊന്നിക്കൊണ്ട് വികസിത ഭാരതം അല്ലെ, ആത്മനിർഭർ ഭാരത്, നമ്മൾ സ്വയം ഇന്ത്യക്കാര് അല്ലെ ഓരോരോ കാര്യങ്ങളിലേക്ക് തിരിയുന്നു, നമ്മൾ സ്വന്തം നല്ല സ്വയം പര്യാപ്തരായി മാറുന്നു എന്നതായിരുന്നു കുറച്ച് കാലമായിട്ട് പ്രധാനപ്പെട്ട സബ് തീമായിട്ട് വെച്ചിരുന്നത് റിപ്പബ്ലിക് ദിന പരേഡില്. അപ്പൊ ഇപ്രാവശ്യം മെയിൻ തീമായിട്ട് വെച്ചത് വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ എന്നാണ്. സ്വാതന്ത്ര്യ മന്ത്രം വന്ദേ മാതരം, സമൃദ്ധിക്കാ മന്ത്രം ആത്മനിർഭർ ഭാരത്. വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ പഠിച്ചു വെച്ചേക്കുക. 2026 റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ അല്ലെങ്കിൽ ടാബ്ലോകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീം, ഈ തീമിൽ ഊന്നിയായിരിക്കണം ഓരോരോ ടാബ്ലോകളും വരേണ്ടത്. ഓക്കെ ആണല്ലോ. വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികം പ്രമേയമാക്കി 2026 റിപ്പബ്ലിക് ദിന പരേഡിനുള്ള സംഗീതം ഒരുക്കിയതാരെന്ന് ചോദിച്ചാൽ M കീരവാണിയാണ് അല്ലെ. നാട്ടു 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 അല്ലെ, നമ്മുടെ ഒരു പാട്ടില്ലടാ, പാട്ട് അങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മയില്ലേ. അപ്പൊ നമ്മുടെ RRR എന്ന സിനിമയില് ഓസ്കാർ അവാർഡ് ലഭിച്ച ആ ഒരു ഗാനം, ആ ഗാനത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത M കീരവാണി, അദ്ദേഹമാണ് ഈ പറയുന്ന 150ാം വാർഷികം പ്രമേയമാക്കി 2026 റിപ്പബ്ലിക് ദിന പരേഡിലുള്ള സംഗീതം ഒരുക്കിയത്. മുഖ്യ അതിഥികളെ കുറിച്ച് നമുക്ക് പഠിക്കാം. എല്ലാ വർഷവും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് PSC പരീക്ഷയ്ക്ക്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥികൾ 2025 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു? അറിയുന്നൊന്ന് കമന്റ് ചെയ്തേ, ഞാനത് പറഞ്ഞുതരാം കേട്ടോ. എന്നാൽ ഈ പ്രാവശ്യം 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ അതിഥികൾ ആരെന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. അത് യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധികളായിരുന്നു. ഇവിടെ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ഉണ്ട്. കമ്മീഷൻ അടിക്കാൻ വേണ്ടി നമ്മൾ ചില ആളുകൾക്കൊക്കെ നമ്മൾ കമ്മീഷൻ കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ കമ്മീഷൻ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ലൈനിൽ നിൽക്കും ആലോചിക്കട്ടോ. എന്താണ് ഒരു ഉഷാറിൽ ഇങ്ങനെ ലൈനിൽ നിൽക്കും കമ്മീഷൻ കിട്ടാൻ വേണ്ടി. ഉർസുല വോൺ ഡെർ ലെയ്ൻ, വല്ലാത്തൊരു പേരാണ് മക്കളെ. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അല്ലെങ്കിൽ PDF വായിച്ച് പഠിക്കുക. ഉർസുല വോൺ ഡെർ ലെയ്ൻ, ലെയ്ൻ കമ്മീഷൻ, യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ്. യൂറോപ്യൻ കമ്മീഷൻ ലെയ്ൻ. ഓക്കെ, ആ ലൈൻ വലിച്ചാൽ നമ്മൾ കമ്മീഷൻ കൊടുക്കാറില്ലേ? വീട്ടിലേക്ക് കറണ്ടിന്റെ ലൈൻ ഒക്കെ വലിച്ചാൽ നമ്മൾ ചെറിയൊരു കമ്മീഷൻ കൊടുക്കാറുണ്ടല്ലോ കേട്ടോ. ആർക്കെങ്കിലും ഒക്കെ KSEB അല്ല, ഞാൻ പഠിക്കാൻ വേണ്ടി മാത്രം പറയുകയാണേ. അപ്പൊ ഉർസുല വോൺ ഡെർ ലെയ്ൻ എന്ന് കേട്ടാൽ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ്. ഈ രണ്ട് വ്യക്തികളാണ്. ആ രണ്ട് വ്യക്തികളിൽ ഉർസുല വോൺ ഡെർ ലെയ്ൻ, മേഡത്തിന്റെ ഫോട്ടോ ഉണ്ട്. ആന്റോണിയോ കോസ്റ്റ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ് ആന്റോണിയോ. അപ്പൊ ഈ രണ്ട് പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആന്റോണിയോ കോസ്റ്റ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ. അപ്പൊ കൗൺസിൽ കോസ്റ്റ, അതുപോലെ തന്നെ കമ്മീഷൻ ലെയ്നും കൗൺസിൽ കോസ്റ്റ, യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ. ഉർസുല വോൺ ഡെർ ലെയ്നും ആന്റോണിയോ കോസ്റ്റ, ഈ രണ്ട് പേരാണ് 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥികൾ. ഇനി 76ലേക്ക് പോയി കഴിഞ്ഞാൽ അത് പ്രഭവോ സുബിയാന്തോ. ഞാൻ എഴുതാം, പ്രഭവോ സുബിയാന്തോ.
ആരാണ് പ്രബവോ സുബിയാന്തോ? ഇത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ്. പ്രബവോ സുബിയാന്തോ ആയിരുന്നു 2025 കഴിഞ്ഞ വർഷത്തെ 76ാമത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ അതിഥി. പ്രബവോ സുബിയാന്തോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. ഇനി നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ കൊല്ലവും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ റെഡ് കളറിൽ കൊടുത്തത് പരേഡിനകത്ത് മികച്ചതായിട്ട് തെരഞ്ഞെടുക്കുന്ന ടാബ്ലോകളുണ്ട്. നോക്കൂ, അത് ജനങ്ങളുടെ വോട്ടെടുപ്പിലൂടെ അല്ല തെരഞ്ഞെടുക്കുന്നത്, മികച്ചത്. ഇവിടെ റെഡ് കളർ നിങ്ങൾക്ക് കാണാം, മികച്ച നിശ്ചല ദൃശ്യം അല്ലെ, അതുപോലെ തന്നെ മികച്ച ഈ പറയുന്ന സേനകൾക്കുള്ള അവാർഡ്, ഇതൊക്കെ റെഡ് കൊടുത്തു. ഇനി ബ്ലൂ കളറിൽ കൊടുത്തത് ജനപ്രിയമാണ്. നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ റെഡ് കൊടുത്തത് മികച്ചത്. ഇത് രണ്ടും നമുക്ക് മാറാതെ പഠിക്കണം. നോക്കൂ, പരേഡിലെ മികച്ച നിശ്ചല ദൃശ്യങ്ങൾ, അതായത് 30ഓളം സംസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങൾ ഈ ഒരു 2026 പരേഡിൽ ഉണ്ടായിരുന്നു. ആ 30ഓളം ടാബ്ലോകൾ, ഓരോരോ ടാബ്ലോകളായിട്ട് ഇങ്ങനെ വരും അല്ലെ, നിശ്ചല ദൃശ്യങ്ങൾ ഇങ്ങനെ വരും. അപ്പൊ സംസ്ഥാനങ്ങളും കേന്ദ്ര പ്രദേശങ്ങളും നോക്കുന്ന സമയത്ത് അതിലേറ്റവും മികച്ചതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മഹാരാഷ്ട്രയാണ്. നോക്കൂ, മഹാരാഷ്ട്രയാണ് ഒന്നാമതായിട്ട് വന്നത്. നിർബന്ധമായും പഠിക്കുക, ഉറപ്പായിട്ട് ചോദിക്കും. മഹാരാഷ്ട്ര. രണ്ടാമത് ജമ്മു കാശ്മീർ, മൂന്നാമത് കേരളം. നോക്കൂ, 12 വർഷങ്ങൾക്ക് ശേഷമാണ് കേരളം ഇങ്ങനെ 3 പൊസിഷൻ. ഇത് പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം പോലെയാണ്. കാരണം ഈ ടാബ്ലോകളിൽ മികച്ച 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം തിരഞ്ഞെടുക്കുന്നതാണ്. ഇങ്ങനെ കേരളം ഒരുപാട് നാളുകൾക്ക് ശേഷം വരികയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഈ ചോദ്യം വന്നിരിക്കും, 100% ഉറപ്പ്. കേട്ടല്ലോ? അപ്പോ മികച്ച നിശ്ചല ദൃശ്യങ്ങളിൽ 1ാം സ്ഥാനം മഹാരാഷ്ട്ര. ബൈഹാർട്ട് പഠിച്ചേ, മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ, കേരളം. മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ, കേരളം. മഹാരാഷ്ട്രയുടെ ടാബ്ലോയുടെ തീം എന്തായിരുന്നു? അത് ഗണേശോത്സവമായിരുന്നു. ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും, ഗണേശോത്സവം. ഗണേശോത്സവം, മഹാരാഷ്ട്ര ഗണേശോത്സവം. മികച്ച ടാബ്ലോ 2026 റിപ്പബ്ലിക് ദിന പരേഡ്, ഗണേശോത്സവം, മഹാരാഷ്ട്ര 2ാം സ്ഥാനം. ജമ്മു കാശ്മീരിൽ എന്താണ്? കരകൗശല വസ്തുക്കളും നാടോടി നൃത്തങ്ങളും. മനസ്സിരുത്തി പഠിച്ച്, ജമ്മു കാശ്മീരിൽ എന്താണ്? കരകൗശല വസ്തുക്കളും നാടോടി നൃത്തവും. അങ്ങനെയാണെങ്കിൽ നോക്കൂ, കേരളത്തിലേക്ക് വരാം. ഇത് രണ്ടും നിങ്ങൾ ഫോട്ടോ കണ്ടോ? എന്റെ സ്ക്രീനിൽ പിറകിൽ കണ്ടാലും PDF നിങ്ങൾ അടിച്ചു പൊളിച്ച് സൂം ചെയ്തൊക്കെ നോക്കി കാണാം കേട്ടോ. കേരളത്തിലേക്ക് വരാം. നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം. കേരളത്തിലേക്ക് വരുമ്പോൾ കൊച്ചിയിൽ ഇതാ പുതുതായിട്ട് വന്ന പ്രധാനപ്പെട്ട, കേരളത്തെ ലോകത്തിന് മുമ്പിലെ നോക്കിക്കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു പുതിയ പദ്ധതിയായിരുന്നു കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി വാട്ടർ മെട്രോയും അതുപോലെ തന്നെ 100% ഡിജിറ്റൽ സാക്ഷരതയും, സാക്ഷരതയല്ല ഡിജിറ്റൽ സാക്ഷരത തന്നെ പഠിക്കണേ, 100% ഡിജിറ്റൽ സാക്ഷരതയും കൊച്ചി വാട്ടർ മെട്രോയും, ഇതായിരുന്നു തീമിനകത്ത് ഉൾപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന 2 കാര്യങ്ങൾ. കൂടാതെ ആത്മനിർഭർ ഭാരതത്തിനായി ആത്മനിർഭർ കേരളം, ഇതാണ് ആ തീം. നമുക്ക് മൊത്തത്തിൽ പറയാം, ആത്മനിർഭർ ഭാരതത്തിനായി ആത്മനിർഭർ കേരളം. എന്നാൽ അതിന്റെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? 1 വാട്ടർ മെട്രോ, അതുപോലെ 100% ഡിജിറ്റൽ സാക്ഷരത. ഫോട്ടോ നോക്കിക്കേ, കണ്ടോ? ഒരു അമ്മൂമ്മ അവിടെ ആ കമ്പ്യൂട്ടർ മൊബൈൽ ഫോണും പിടിച്ചിരിക്കുന്നുണ്ട്. തൊട്ട് പിറകിൽ നിങ്ങൾക്ക് കൊച്ചി വാട്ടർ മെട്രോ കാണാം. മറ്റൊരുപാട് കാര്യങ്ങളും അതിനകത്തുണ്ട് കേരളത്തിൽ. ഇതായിരുന്നു കേരളത്തിന്റെ പ്രധാനപ്പെട്ടത്. നല്ല രസമില്ലേ കാണാൻ? തീർച്ചയായിട്ടും രസമുണ്ട്. ഒരു പത്രത്തിലെ വാർത്ത ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, നമ്മുടെ കേരളത്തിന്റെ ടാബ്ലോയിലെ തീം, പാട്ട്, അതിന്റെ രചന, അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചുമ്മാ ആ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. 12 വർഷത്തിന് ഇടവേളയ്ക്ക് ശേഷമാണ് കേരളം ഈ ഒരു മെഡൽ പട്ടികയിൽ ഇടം പിടിക്കുന്നത്. കണ്ടോ? ഒരു പോയിന്റാണ്. 16ഓളം കലാകാരന്മാരായിരുന്നു ഇതിനകത്ത് അണിനിരന്നത്. കേരളത്തിന്റെ ടാബ്ലോയിൽ എത്ര പേരുണ്ടായിരുന്നു? ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക, 16 പേര്. രൂപകൽപ്പന ചെയ്തത്, ഡിസൈൻ ചെയ്തത് കേട്ടോ, അതിന്റെ ആ ഒരു ഫാബ്രിക്കേഷൻ കാര്യങ്ങളൊക്കെ ഡിസൈൻ ഒക്കെ ചെയ്തത് JS ചൗഹാൻ ആൻഡ് അസോസിയേറ്റ്സ്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, JS ചൗഹാൻ ആൻഡ് അസോസിയേറ്റ്സ്. അതിന്റെ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള റോയ് ജോസഫ്. അപ്പൊ ആരാണ് ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ നിർവഹിച്ചു വെച്ചാൽ റോയ് ജോസഫ് സാർ. റോയ് ജോസഫ് പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നോക്കൂ, ഈ ഒരു മോഹൻ സിത്താര എന്ന് പറയുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ, അദ്ദേഹമാണ് ഇതിന് സംഗീതം നൽകിയത്. മോഹൻ സിത്താരയുടെ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവും അല്ലെ? മോഹൻ സിത്താര ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേ. അപ്പൊ അദ്ദേഹത്തെ നിങ്ങൾ ആലോചിക്കുക, 2026 കേരളത്തിന്റെ ടാബ്ലോ റിപ്പബ്ലിക് ദിന പരേഡിലെ അതിന്റെ സംഗീതം മോഹൻ സിത്താര. റോയ് ജോസഫ് ഇതിന്റെ മൊത്തം ഡിസൈൻ ചെയ്തു. റോയ് ജോസഫ്. അതിനകത്ത് ഗായകനായിട്ട് സുനിലും, എഴുതിയത് സന്തോഷേട്ടനുമാണ്. അങ്ങനെ ഒന്ന് പഠിച്ചു വെച്ച നിങ്ങള്, സന്തോഷേട്ടൻ എഴുതി, സുനിലേട്ടൻ പാടി, സുനിയേട്ടൻ പാടി, സന്തോഷേട്ടൻ എഴുതി, സന്തോഷത്തിൽ എഴുതി, സുനിയേട്ടൻ അങ്ങോട്ട് പാടി. ആലോചിച്ചേ, സന്തോഷേട്ടൻ എഴുതി, ഗാനരചന ഗായകൻ സുനിൽ, സംഗീതം മോഹൻ സിത്താര. നമ്മൾ പണ്ട് റേഡിയോയിലൊക്കെ പറയില്ലേ അല്ലേ, സന്തോഷിന്റെ ഗാനങ്ങൾക്ക്
ഗായകൻ സുനിൽ ആലപിച്ചുകൊണ്ട് സംഗീതം നൽകിയിരിക്കുന്നു മോഹൻ സിതാര. പഠിച്ചു വെച്ചേക്കുക. റോയ് ജോസഫ് നേതൃത്വം കൊടുത്തു. സെറ്റാണേ. ഇനി നോക്കൂ, മികച്ച സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുടേതാണ് നമ്മൾ പറഞ്ഞത്. മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ, കേരളം. അങ്ങനെയാണെങ്കിൽ മന്ത്രാലയങ്ങളുടെ ടാബ്ലോ വരാറുണ്ട്. ഇപ്പൊ സാംസ്കാരിക മന്ത്രാലയം, വിദ്യാഭ്യാസ മന്ത്രാലയം, ഇവരൊക്കെ ഇങ്ങനെ ടാബ്ലോ കൊണ്ടുവരും. അത്തരത്തിൽ മന്ത്രാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെതാണ്. സാംസ്കാരിക മന്ത്രാലയത്തിലാണ് മികച്ചതായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അവർ സ്വാഭാവികമായിട്ടും സാംസ്കാരിക വകുപ്പ് എന്ന് പറയുമ്പം ഈ പ്രാവശ്യത്തെ മെയിൻ തീം തന്നെ എന്താണ്? വന്ദേ മാതരം. ഒരു രാഷ്ട്രത്തിന്റെ ആത്മനാദമാണ് വന്ദേ മാതരം. ഒരു രാഷ്ട്രത്തിന്റെ ആത്മനാദമാണ്. ഇതാണ് സാംസ്കാരിക മന്ത്രാലയത്തിന്റെ തീം. ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവർക്കാണ് മികച്ച മന്ത്രാലയത്തിന് കിട്ടിയത്. സാംസ്കാരിക മന്ത്രാലയം 1 മാർക്കാണ്. സെറ്റാണ്. പിന്നീട് ഇത്തരത്തിലുള്ള ടാബ്ലോകളിൽ ചില പ്രത്യേകതയുള്ള 2 ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നിതാണ്, ത്രിസേനാ ദൃശ്യം ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, വായു, കര, നാവിക സേനകൾ ഇവർ 3 പേരും കൂടി നടത്തിയ ഒരു സംയുക്ത ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അപ്പൊ ത്രിസേനാ ദൃശ്യം അഥവാ ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തിലൂടെയുള്ള സംയോജനം, ഈ ഒരു ആശയത്തെ ഊന്നിക്കൊണ്ട് സൈന്യത്തിന്റെ കരുത്തുള്ള ഒരു ടാബ്ലോ ഉണ്ടായിരുന്നു. അത് വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ത്രിസേനാ ദൃശ്യം ഓപ്പറേഷൻ സിന്ദൂർ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നാഗാലാൻഡിന്റെ പ്രധാനപ്പെട്ട ആ ഒരു സ്റ്റേറ്റിന്റെ ടാബ്ലോയിൽ അവർ ഊന്നൽ കൊടുത്തത് ഹോൺബിൽ ഉത്സവമായിരുന്നു. അപ്പൊ ചോദിക്കാം ചിലപ്പോ, ഹോൺബിൽ ഉത്സവം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടു? PYQ ആണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ, നാഗാലാൻഡ്. അതും നിങ്ങളൊന്ന് ഈ ഒരു ടാബ്ലോകളുടെ കൂട്ടത്തിൽ സവിശേഷതയായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത്, നമ്മൾ പറഞ്ഞത് മന്ത്രാലയത്തില് സാംസ്കാരിക മന്ത്രാലയം, സംസ്ഥാനങ്ങളില് മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ, കേരളം പഠിച്ചു. 3ാമത്തെ കാറ്റഗറി ഈ സേനകളാണ്. ഇപ്പോ നമുക്കറിയാം, കരസേന, വ്യോമസേന, നാവികസേന, കൂടാതെ ഒരുപാട് അർദ്ധ സൈനിക വിഭാഗമുണ്ട്. CRPF, ഡൽഹി പോലീസ്, BSF, CISF, ഇവരുടെയൊക്കെ പരേഡിനകത്ത് ഇവരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാവും. ഇത്തരത്തില് മികച്ച അതായത് ജൂറി തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച മാർച്ചിങ് സംഘം, മികച്ച മാർച്ചിങ് സംഘമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് അർദ്ധ സൈനിക വിഭാഗത്തിലാണ് കേട്ടോ. അത് ഡൽഹി പോലീസാണ്. മികച്ച മാർച്ചിങ് സംഘമായിട്ട് അർദ്ധ സൈനിക വിഭാഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് മാർച്ചിങ് സംഘം ആരാണ്? ഡൽഹി. മികച്ചത് ഡൽഹി. അങ്ങനെയാണെങ്കിൽ 3 സേന, നേവി, വ്യോമം, അതുപോലെ തന്നെ കരസേന, ഈ 3 സേനകളിൽ മികച്ച മാർച്ചിങ് തെരഞ്ഞെടുക്കപ്പെട്ടത് നേവിയാണ്. അപ്പൊ അത് രണ്ടും പഠിച്ചല്ലോ. അർദ്ധ സൈനിക വിഭാഗത്തിൽ ഡൽഹി പോലീസും മാർച്ചിങ് പാസിൽ ഈ പറയുന്ന സേനകളിൽ നേവിയും വരുന്നു. ഓക്കെ ആണോ? ഒന്ന് ആലോചിക്കുകയെ. നമ്മുടെ സ്റ്റേറ്റുകളിൽ 3 പഠിച്ചു. മന്ത്രാലയത്തിൽ സാംസ്കാരിക മന്ത്രാലയം ഭാഗ്യം ഒന്നേ ഉള്ളൂ, അത് മാത്രം പഠിച്ചു. ഇനി സേനകളിൽ അർദ്ധ സൈനിക വിഭാഗത്തിൽ ഡൽഹി പോലീസും നമ്മുടെ 3 സേനകളിൽ നേവിയും വരുന്നു. ക്ലിയർ ആണോ? മികച്ച മാർച്ചിങ് സംഘമായിട്ട് 3 സേനകളിലും വരുന്നു നേവി. മികച്ച മാർച്ചിങ് സംഘമായിട്ട് അർദ്ധ സൈനിക വിഭാഗത്തിൽ വരുന്നു ഡൽഹി പോലീസ്. ഡൽഹി നേവി മികച്ചത്. ജഡ്ജിമാരുടെ തെരഞ്ഞെടുപ്പാണ്. ഡൽഹി നേവി മികച്ചത്. മഹാരാഷ്ട്ര, കശ്മീർ, കേരളം മികച്ചത്. സാംസ്കാരിക മന്ത്രാലയം മികച്ചത്. അപ്പൊ അത് മാറ്റി വെക്കട്ടെ ഞാൻ. ഇനി ഞാൻ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് അടുത്തതിലേക്ക് പോകണം. ജനപ്രിയ വോട്ടെടുപ്പ്. അതിന് മുമ്പായിട്ട് നേവിയെ കുറിച്ച് 2 കാര്യങ്ങൾ പറഞ്ഞു പോവാം. കാരണം നേവിയുടെ ടാബ്ലോയ്ക്ക് ഇപ്രാവശ്യം പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് മലയാളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാം. ആ നേവിയുടെ ടാബ്ലോയുടെ പ്രമേയം ഞാൻ ഒന്ന് പറയാം. പാരമ്പര്യത്തിൽ നങ്കൂരമിട്ട് ശാസ്ത്രത്തിലേക്കും നവീകരണത്തിലേക്കും കുതിക്കുന്നു. രസകരമായ ഒരു പ്രമേയ. ചുമ്മാ ബൈഹാട്ട് പഠിക്കണം, കേട്ടാൽ മതി. പാരമ്പര്യത്തിൽ നങ്കൂരമിട്ട് സ്വാശ്രയത്തിലേക്കും നവീകരണത്തിലേക്കും കുതിക്കുന്നു. ഇവിടെ പ്രത്യേകത, കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് ഈ ഒരു ടാബ്ലോയിൽ ഉണ്ടായിരുന്നു. അതിന്റെ INS വിക്രാന്തിനെ കൊണ്ടുവച്ചാൽ കേട്ടോ, അറിയാലോ, മനസ്സിലായല്ലോ ആ ടാബ്ലോ എന്ന് പറഞ്ഞാലേ. അപ്പോൾ INS വിക്രാന്തിന്റെ ഒരു കാര്യങ്ങൾ ഉൾപ്പെടുത്തി. INS ഹിമഗിരി, INS ഉദയഗിരി തുടങ്ങിയതും ഇതിനകത്ത് ഉണ്ടായിരുന്നു. നേവിയുടേതാണല്ലോ. അപ്പൊ INS ഹിമഗിരി, INS വിക്രാന്ത്, INS ഉദയഗിരി ഒക്കെ നമ്മുടെ ടാബ്ലോയിൽ, നേവി ടാബ്ലോയിൽ ഉണ്ടായിരുന്നു 2026. കൂടാതെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു പായ്ക്കപ്പൽ ഏതായിരുന്നു അത്? INSV കൗണ്ടിന്യ അല്ലെ? INSV കൗണ്ടിന്യയുടെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയുടെ പേര് വരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് ഒന്ന് കമന്റ് ചെയ്തേ. എത്ര പേര് ക്ലാസ്സുകളൊക്കെ കൃത്യമായി കണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ ക്ലാസ്സുകൾ വീണ്ടും കാണണം, എന്നാലേ ഓർമ്മയുണ്ടാവും കേട്ടോ. റിവിഷൻ. അപ്പൊ INSV കൗണ്ടിന്യയുടെ ആളുടെ പേര് ഓർക്കുന്നവർ കമന്റ് ചെയ്തേ. അപ്പൊ ഈ ടാബ്ലോയിൽ INS വിക്രാന്ത്, INS ഹിമഗിരി, INS ഉദയഗിരി ഉണ്ടായിരുന്നു. കൂടാതെ INSV കൗണ്ടിന്യം ഉണ്ട് എന്ന കാര്യം മറക്കണ്ടേ. കൂടാതെ നേവിയാണല്ലോ. നാവിക സാഗർ പരിക്രമ 2 ഇതും പഠിച്ചു വെക്കണം. മറ്റൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യം കൂടിയാണ്.
നാവിക സാഗർ, നാവികസേന എന്ന് ഞാൻ പറഞ്ഞത്, നാവിക സാഗർ പരിക്രമ 2 ഈ ഒരു ദൗത്യത്തിലൂടെ INSV തരിണി, INSV തരിണി, തരുണി മണികൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. നമ്മുടെ രണ്ട് മേഡം ആരൊക്കെയായിരുന്നു? ഒന്ന് ദിൽന മേഡം, രൂപ മേഡം. ദിൽന, രൂപ. ദർഹം എന്നൊക്കെ പറഞ്ഞാൽ രൂപ ഇന്ത്യയിലും ദർഹം ഗൾഫിൽ എന്നൊക്കെ പറയാം. അപ്പൊ ദിൽന രൂപ, ദിൽന രൂപ, ദിൽന രൂപ തരുണികളാണ് നാവിക സാഗർ പരിക്രം 2. ദിൽനയും രൂപയും ഈ രണ്ട് പേരും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. അപ്പൊ ദിൽനയെയും രൂപയെയും INSV കൗണ്ടിന്യെയും INS വിക്രാന്ത്, INS ഹിമഗിരി, INS അതുപോലെ തന്നെ ഉദയഗിരി ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. അപ്പൊ നോക്കൂ, മികച്ചതായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ മിലിറ്ററി വിഭാഗത്തില് 3 സേനകളില് നേവി, ഓക്കെ, അർദ്ധ സൈനിക വിഭാഗത്തില് ഡൽഹി പോലീസ്, സെറ്റ്. ഇനി ജനപ്രിയ വോട്ടെടുപ്പാണ്. ജനപ്രിയ നിശ്ചല ദൃശ്യം ടാബ്ലോ ഏതാണ്? സംസ്ഥാനങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഗുജറാത്ത്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. നോക്കൂ, കോഡ് ഇതാണ്. ഗുരു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗുരുവേ നമഃ. ഗുരുവിനെയാണ് എല്ലാവർക്കും ഇഷ്ടം. ജനപ്രിയം, ഗുർ വേണമെങ്കിൽ ഗുർ എന്നാക്കാം. നമ്മുടെ ടെലഗ്രാം ക്ലാസ്സിൽ, മോർണിംഗ് ക്ലാസ്സിൽ ഞാൻ ഈ അടുത്ത ദിവസം അത് പറഞ്ഞു. ടെലഗ്രാം ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇത്രയും നേരം കണ്ട ആർക്കെങ്കിലും 10th പ്രിലിംസ് എഴുതാൻ താല്പര്യമുണ്ടവരെങ്കിൽ 10th പ്രിലിംസിന്റെ ബാച്ച് മെയ് 10-ാം തീയതി ആരംഭിക്കുന്നുണ്ട്. ഇതൊരു പരസ്യമായിട്ട് പറയല്ല, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. 10th പ്രിലിംസ് മെയിൻസിനൊക്കെ ഉള്ളതാണ്. അപ്പോൾ കമ്പനി ബോർഡ് LGS നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കംപ്ലീറ്റ് കോഴ്സാണ്. ഇപ്പോൾ അത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് 7306118242 ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് ഒക്കെ 6 മാസത്തേക്കുള്ള, 6 മാസമല്ല, ഈ വർഷം അവസാനം ഡിസംബർ വരെ കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സ് മോർണിംഗ് ടെലഗ്രാമിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ തന്നെയാണ് കംപ്ലീറ്റ് ക്ലാസ് എടുക്കുക. താല്പര്യമുള്ളവർക്ക് വരാം. ഇപ്പൊ ഞാൻ ഗുർ എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ ഗുർ എന്നൊക്കെ ഒച്ച ഉണ്ടാക്കിയിരുന്നു. അപ്പൊ GUR ഗുജറാത്ത്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. ജനപ്രിയം, ഗുരു, ഗുരു, ഗുർ എന്നാലോചിക്കട്ടോ. അപ്പൊ മെയ് 10-ന്റെ 10th പ്രിലിംസിന്റെ ബാച്ചിന്റെ കാര്യം മറക്കണ്ട. ഞാനിപ്പോ പെട്ടെന്ന് ഓർത്ത് പറഞ്ഞതാണ്. ഓക്കെ, ഈ നമ്പറിലേക്ക് മെസ്സേജ് ചോദിച്ചാൽ ഡീറ്റെയിൽസ് അയച്ചു കേട്ടോ. ചെറിയൊരു ഫീസ്, നിങ്ങൾ ഒരു മാസം റീചാർജ് ചെയ്യുന്ന പൈസ ആവത്തുള്ളൂ. നിങ്ങൾക്ക് 10th പ്രിലിംസ് സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ ഗുജറാത്തിനെ കുറിച്ച് പറയുമ്പോൾ G പഠിച്ചു, ഉത്തർപ്രദേശിനെ കുറിച്ച് പറയുമ്പോൾ U മനസ്സിലാക്കി, രാജസ്ഥാനിലേക്ക് R മനസ്സിലാക്കി. ഗുജറാത്തിലേക്ക് വരുമ്പോൾ മഹാത്മജിയുടെ ഗുജറാത്താണ് അല്ലേ. അവിടെ സബർമതി ഉണ്ട്, അവിടെ സ്വയം പര്യാപ്തതയുണ്ട്, അവിടെ സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി ദണ്ഡി യാത്ര പോലുള്ള കാര്യങ്ങൾ നമുക്കറിയാം. സ്വദേശി മന്ത്രം, സ്വയം പര്യാപ്തത, സ്വാതന്ത്ര്യം, ഇതായിരുന്നു ഗുജറാത്തിൻ്റെത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ജനപ്രിയം ഗുജറാത്ത്. എന്നാൽ മികച്ച തെരഞ്ഞെടുത്ത് ഏതാണ്? മഹാരാഷ്ട്രയുടെ ഗണേശോത്സവമാണ് തെരഞ്ഞെടുത്തത്. ഓർത്ത് വെച്ചേക്കുക. ജനപ്രിയം ഗുജറാത്ത്. അങ്ങനെയാണെങ്കിൽ ഉത്തർപ്രദേശിലേക്ക് വരാം. രണ്ടാമത് ജനപ്രിയം അത് ബുന്ദേൽഖണ്ഡ്. ബുന്ദേൽഖണ്ഡ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ ഒരു പ്രദേശമാണ്. പ്രാചീന സംസ്കാരത്തിന്റെ ഒക്കെ ഒരു ബാക്കി എന്ന് പറയാൻ പറ്റുന്ന തിരുശേഷിപ്പുകളൊക്കെ ഇന്നുമുള്ള ക്ഷേത്രവും കാര്യങ്ങളൊക്കെയുള്ള ബുന്ദേൽഖണ്ഡ്. അപ്പൊ ബുന്ദേൽഖണ്ഡ് ചോദിക്കാം. ബുന്ദേൽഖണ്ഡ് എവിടെയാണെന്ന് ചോദിക്കാം. ബുന്ദേൽഖണ്ഡിലെ സംസ്കാരം ഏത് സംസ്ഥാനത്ത്? ആക്ച്വലി മധ്യപ്രദേശിലും കൂടി നിൽക്കുന്ന ഒരു സ്ഥലം പ്രദേശമാണ്, അത് ബോർഡറാണ്. അപ്പൊ ഉത്തർപ്രദേശാണ് ഉത്തരം. ഉത്തർപ്രദേശാണ് ബുന്ദേൽഖണ്ഡ്. പഠിച്ചോ? ബുന്ദേൽഖണ്ഡ് എവിടെയാണ്? ഉത്തർപ്രദേശ്. ഗുജറാത്തിന് ഫസ്റ്റ് കിട്ടുന്നു. അവിടുത്തെ സ്വദേശി മിത്രം, സ്വയം പര്യാപ്തത. 2ാം സ്ഥാനം ഉത്തർപ്രദേശ്. ബുന്ദേൽഖണ്ഡിലെ സംസ്കാരം. 3ാം സ്ഥാനം രാജസ്ഥാൻ. രാജസ്ഥാനിലേക്ക് വരുമ്പോൾ അവിടെ ഒട്ടകത്തിന്റെ തോല്, ആ തുലി കൊണ്ട് അവിടെ മനോഹരമായി സ്വർണത്തിന്റെ നൂല് കൊണ്ടൊക്കെ നെയ്തെടുക്കുന്ന ഒരു പ്രത്യേകമായ ഒരു ആർട്ട് ഉണ്ട്. അതാണ് അവിടെ അവർ പ്രദർശിപ്പിച്ചത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അത് ചെയ്തെടുക്കുന്ന ആളെയും ഒരു ഒട്ടകത്തെയൊക്കെ. അപ്പൊ രാജസ്ഥാനിലെ ബിക്കാനീർ ഗോൾഡ് ആർട്ട് അല്ലെങ്കിൽ ഉസ്താ കല എന്നാണ് ഞാൻ പറയുക. ഈ പറഞ്ഞ ഒട്ടകത്തിന്റെ ആ ഒരു എന്താ പറയുക തൊലി അത് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ആ ഒരു കലയെ ഉസ്താ TH അല്ല വരെ ഉസ്താ എന്ന് പറയാ. നമുക്ക് ഉസ്താ എന്നാക്കാം. ഉസ്താ കല കേട്ടോ. അപ്പൊ ബിക്കാനീർ ഗോൾഡ് ആർട്ട് അല്ലെങ്കിൽ ഉസ്താ കലയായിരുന്നു രാജസ്ഥാൻ ഫോക്കസ് ചെയ്തത്. ഇതൊക്കെ ചോദ്യമായിട്ട് വരും. ബിക്കാനീറിലെ ഗോൾഡ് ആർട്ട് അല്ലെങ്കിൽ ഉസ്താ കല ഏത് സംസ്ഥാനത്ത് ആണുള്ളത്? ഉസ്താ കല പ്രചാരത്തിലുള്ളത് ഏത് സംസ്ഥാനം? ഉസ്താ കല രാജസ്ഥാൻ. ഉസ്താ കല. ഓക്കെ. അപ്പൊ ഗുജറാത്ത്, അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ രാജസ്ഥാൻ. ഉസ്താ കല എന്ന് ചോദിക്കുമ്പോൾ രാജസ്ഥാൻ കിട്ടണം. ഇവിടെ നമ്മൾ 3 സംസ്ഥാനങ്ങളുടെ കാറ്റഗറി പറഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞു സംസ്ഥാനങ്ങളുടെ 3 കാറ്റഗറി അല്ലെ. ഇനി നോക്കൂ, മന്ത്രാലയത്തിലേക്ക് വന്നാൽ നേരത്തെ സാംസ്കാരിക മന്ത്രാലയമായിരുന്നു മികച്ചതെങ്കിൽ ഈ പ്രാവശ്യം ജനങ്ങൾ വോട്ട് ചെയ്തപ്പോൾ അത് സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പായി പോയി. വിദ്യാഭ്യാസ വകുപ്പ് അവിടെ ദേശീയ വിദ്യാഭ്യാസ നയം 2020 ആയിരുന്നു അതിന്റെ പ്രമേയം. ദേശീയ വിദ്യാഭ്യാസ നയം
2020 പ്രമേയം വെച്ചുകൊണ്ട് ജനങ്ങൾ വോട്ടെടുപ്പിലൂടെ ജയിപ്പിച്ചത് ഏതാണ്? സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പാണ്. ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പ് മികച്ചത് ജനങ്ങൾ തിരഞ്ഞെടുത്തോ, എന്നാൽ മികച്ചതായി വോട്ടിങ്ങിലൂടെ വന്നതാണ് സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ്, തെറ്റിക്കരുത്. എന്നാൽ അല്ലാത്തത് മികച്ചത് ഏതായിരുന്നു? സാംസ്കാരിക വകുപ്പ്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ പഠിച്ചു മികച്ചതായി തിരഞ്ഞെടുക്കപ്പെട്ട അർദ്ധ സൈനിക വിഭാഗം ഡൽഹി പോലീസും മികച്ചതായി തിരഞ്ഞെടുക്കപ്പെട്ട നേവി അല്ലെ ആയിരുന്നു മറ്റേ നമ്മുടെ സേനകളിൽ പെട്ടത്, 3 സേനകളിൽ. ഇവിടെ ജനങ്ങളുടെ ചോയ്സിലൂടെ ഈ പറയുന്ന അർദ്ധ സൈനിക വിഭാഗത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ CRPF ആണ് അർദ്ധ സൈനിക വിഭാഗം. CRPF ഇവിടെ കാണാം. അതുപോലെ സേനകളിലെ മികച്ച മാർച്ചിങ് സംഘം ചോദിച്ചു കഴിഞ്ഞാൽ ആസാം റെജിമെന്റ് ആണ്. ഇത് രണ്ടും തെറ്റിക്കരുത്. അവിടെ നേവി ആയിരുന്നെങ്കിൽ ഇവിടെ ആസാം റെജിമെന്റ്. ഓക്കെ ആണോ? അവിടെ ഡൽഹി പോലീസ് ആയിരുന്നെങ്കിൽ ഇവിടെ CRPF. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ ജനങ്ങളുടെ ആസാം CRPF, ജനങ്ങൾക്കിഷ്ടം ആസാം CRPF, ജനങ്ങൾക്കിഷ്ടം ആസാം CRPF. മികച്ചത് ഏതായിരുന്നു നേരത്തെ തിരഞ്ഞെടുക്കട്ടെ? ഡൽഹി നേവി അല്ലെ? മികച്ചത് ഡൽഹി നേവി, ജനങ്ങൾക്കിഷ്ടം ആസാം CRPF. മികച്ചത് ഡൽഹിയിലെ നേവി, ജനങ്ങൾക്കിഷ്ടം ആസാം CRPF. ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്ക്. ജനങ്ങൾക്കിഷ്ടം ആസാമിലെ CRPF, മികച്ചത് ഡൽഹിയിലെ നേവി, മികച്ചത് ഡൽഹിയിലെ നേവി, ജനങ്ങൾക്കിഷ്ടം ആസാം CRPF. അവിടെ CRPF എന്ന് പറഞ്ഞുകൊണ്ട് CRPFനെ നയിച്ച, അതായത് പുരുഷ ആ ഒരു യൂണിറ്റിനെ നയിച്ച ഒരു വനിതയുണ്ട്. ഇതൊരു ചരിത്രമാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ CRPFന്റെ പുരുഷ യൂണിറ്റിനെ നയിക്കുന്ന ആദ്യത്തെ വനിതാ ഉദ്യോഗസ്ഥ ആരാണ് ചോദിച്ചാൽ സിമ്രാൻ ബാല. നിങ്ങൾ നമ്മുടെ സിനിമാ താരം സിമ്രാൻ ഇല്ലടാ, വിജയിന്റെ തുള്ളാത മനവും തുള്ള സിനിമയുടെ പേര്, ആ സിനിമയിലൊക്കെയുള്ള നമ്മുടെ സിമ്രാൻ മേഡത്തിന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. CRPFന്റെ ആ ഒരു മാർച്ച് അല്ലെ, ആ ഒരു യൂണിറ്റ് സംഘത്തെ നയിക്കുന്ന ആരാണ്? സിമ്രാൻ. മനസ്സിലുണ്ടാവൂലേ എന്താണ് CRPFന്റെ പ്രത്യേകത? ജനങ്ങൾ തെരഞ്ഞെടുത്തു. ഈ മേഡത്തിന്റെ ആ ഒരു എന്താ പറയാ നേതൃത്വം കൊടുക്കലും അവരുടെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയി ജനങ്ങൾക്ക് തോന്നി. മികച്ചത് അർദ്ധസൈനിക വിഭാഗത്തിൽ CRPF, ആ CRPF പുരുഷ ബറ്റാലിയനെ നയിച്ചത് സിമ്രാൻ ബാല ചോദിക്കും. ഇനി പ്രധാനപ്പെട്ടത് പുരസ്കാരങ്ങളാണ്. നോക്കൂ, 3 പ്രധാനപ്പെട്ട സൈനിക പുരസ്കാരങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അശോക ചക്ര, കീർത്തി ചക്ര, ശൗര്യ ചക്ര. ഇത് പലപ്പോഴും നിങ്ങൾക്ക് തെറ്റാറുണ്ട്. ഇത് പലപ്പോഴും തെറ്റാതിരിക്കാൻ ആദ്യം തന്നെ ഞാൻ ഒരു കോഡ് പറയാം. ആദ്യത്തെ കോഡ് A, അശോക ചക്ര, കീർത്തി ചക്ര, ശൗര്യ ചക്ര. AKS എന്ന് പഠിച്ചു വെക്കുമ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നത് അറിയോ? നമ്മൾ ഇംഗ്ലീഷിലെ ഓരോ ലെറ്റർ എടുക്കുമ്പോൾ A ആണ് ആദ്യം വരിക അല്ലെ, പിന്നീട് K വരും, പിന്നീടാണ് S വരിക. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ടോപ്പ് ഒന്നാമത്തത് അശോക ചക്ര, രണ്ടാമത്തത് കീർത്തി ചക്ര, മൂന്നാമത്തത് ശൗര്യ ചക്ര. ഇതിനകത്ത് ശൗര്യാണോ വലുത്? ഡൗട്ട് ഉള്ളവരുണ്ടാവും. ഈ ഒരു ട്രിക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അശോക ചക്രമാണോ ശൗര്യ ചക്രമാണോ അല്ലെങ്കിൽ കീർത്തി ചക്രയാണോ നിങ്ങൾക്ക് കിട്ടില്ലേ? ട്രിക്ക് ആലോചിക്കുന്നു, നമുക്ക് കിട്ടുന്നോ? അപ്പൊ അശോകൻ എന്ന് കേൾക്കുമ്പോൾ ശുഭാൻഷു ശുക്ല, ഇദ്ദേഹത്തെ നിങ്ങൾക്കൊക്കെ പരിചയമുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കറണ്ട് അഫയേഴ്സ് ശ്രദ്ധിക്കുന്ന ഒരു പേരും PSC കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ചതും ശുഭാൻഷു ശുക്ലയെ കുറിച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമാധാനകാല വീരതാ പുരസ്കാരമായ അശോക ചക്ര കിട്ടിയത് ഒരാൾക്കാണ്. ആളുടെ പേര് പൈലറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയാണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. 1984 ആദ്യമായിട്ടൊരു ഭാരതീയൻ ബഹിരാകാശത്തേക്ക് എത്തുന്നു. അത് രാകേഷ് ശർമ്മയായിരുന്നു 1984. അപ്പൊ നോക്കൂ, ബഹിരാകാശ നിലയത്തിലേക്ക് ആദ്യമായി ഒരു ഭാരതീയൻ വരുന്നു. അതാണ് പ്രത്യേകത. ISS, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ബഹിരാകാശത്തേക്ക് എത്തിയ ആദ്യത്തെ ഭാരതീയൻ രാകേഷ് ശർമ്മയാണെങ്കിൽ ബഹിരാകാശ നിലയം ആ നിലയം സന്ദർശിച്ച ആദ്യത്തെ ഭാരതീയൻ ശുഭാൻഷു ശുക്ലയാണ്. ഇന്ത്യ വിട്ടതല്ല കേട്ടോ. അദ്ദേഹം മാക്സിം മിഷന്റെ ഭാഗമായിട്ട് അമേരിക്കയിൽ നിന്ന് പോയതാണെങ്കിലും അദ്ദേഹം അവിടെ പോയി. കൂടാതെ അടുത്ത വരാൻ പോകുന്ന ഇന്ത്യയുടെ ബഹിരാകാശത്തേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ദൗത്യമാണ് ഗഗൻയാൻ. അതിലുള്ള ഒരാളാണ് ആര്? ശുഭാൻഷു ശുക്ല. ഇദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു? അശോക ചക്രം കിട്ടുന്നു. കീർത്തി ചക്ര 3 പേർക്കാണ് കീർത്തി ചക്ര. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെയാണ് ഊന്നി പഠിക്കേണ്ടത്. 3 പേർക്ക് കിട്ടുന്നു. ഒന്ന് മേജർ അർഷദീപ് സിംഗ്, നായിബ് സുബേദാർ ദൊലേശ്വർ സുബ്ബ, ദൊലേശ്വർ ബാലകൃഷ്ണൻ, ബാലദോല അർഷ് കീർത്തി ചക്ര നേടി, ബാലദോല അർഷ് കീർത്തി ചക്ര നേടി, ബാലദോല അർഷ്
കീർത്തിചക്ര നേടി ബാലദോല അർഷ്, കീർത്തിചക്ര നേടി. ഇങ്ങനെ പറഞ്ഞാൽ മതി. ബാലകൃഷ്ണൻ, ദോലേശ്വർ, അർഷദീപ് സിംഗ്, ദോലേശ്വർ സുബ, ബാലകൃഷ്ണൻ നായർ. നമ്മുടെ പാലക്കാടുകാരൻ, നമ്മുടെ ലെന ചേച്ചിയിലെ സിനിമ നടി, ആ പുള്ളിക്കാരത്തി ഇദ്ദേഹത്തെയാണ് വിവാഹം കഴിച്ചത് അല്ലേ. അപ്പോ ഇന്ത്യൻ വ്യോമസേനയുടെ പൈലറ്റ് ആയിരുന്ന ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായിട്ടുള്ള പാലക്കാട് സ്വദേശി, നെന്മാറ സ്വദേശിയാണ് ആര്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന, മൂന്നാമത്തെ ഉയർന്ന സമാധാനകാല വീരതാ പുരസ്കാരം ശൗര്യചക്ര. ഇത് ഇപ്രാവശ്യം 2026 എത്ര പേർക്ക് കിട്ടി? 13 പേർക്ക് കിട്ടി. അതിൽ ഒരാൾ മരണാനന്തരമാണ്. 13 പേരൊന്നും പഠിക്കേണ്ട, പക്ഷെ 3 മലയാളികളുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. പ്രധാനപ്പെട്ടവരിൽ ഒരു 3 മലയാളികളെ ചിലപ്പോൾ ചോദിക്കാം. ഒന്ന് ദിൽന, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലെ, ലോകം ചുറ്റിയ ആ പൈക്കപ്പൽ ഉണ്ടായിരുന്ന നമ്മുടെ 2 മിടുക്കികളായിട്ടുള്ള 2 താരങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ, ഇന്ത്യൻ നേവിയുടെ അഭിമാന താരങ്ങൾ. ഒന്ന് ദിൽന കെ, മറ്റൊന്ന് രൂപ എ. ഇവർ 2 പേർക്കും ശൗര്യചക്ര കിട്ടുന്നു. കൂടാതെ വിപിൻ വിൽസൺ അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിരുന്നു നമ്മുടെ CRPF 10 സായുധ തീവ്രവാദികളെ വധിച്ച ഓപ്പറേഷനിലെ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ വിപിൻ വിൽസൺ, ദിൽന, രൂപ, ഇവർക്ക് എന്ത് കിട്ടുന്നു? ശൗര്യചക്ര മലയാളികൾ കിട്ടുന്നു. 13 പേർക്കാണ് ആകെ കിട്ടിയത്. ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് 2 എക്സ്ട്രാ പോയിന്റ് എന്ന രൂപത്തിൽ നോട്ട് ചെയ്ത് നോക്കാനുള്ളത്. ഈ ഒരു ടാബ്ലോകളും പരേഡിലൊക്കെ പ്രധാനപ്പെട്ട ചില പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ ആദ്യമായി കരസേന പ്രദർശിപ്പിച്ച യുദ്ധ സജ്ജീകരണ രീതിയുണ്ട്. പ്രത്യേകമായിട്ട് പല ടൈപ്പിൽ ഇവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വരാറുണ്ട് യുദ്ധ സജ്ജീകരണം. അങ്ങനെ ഈ വർഷത്തെ 2026 റിപ്പബ്ലിക് ദിന പരേഡില് ഇന്ത്യൻ ആർമി ആദ്യമായിട്ടാണ് ഈ ഒരു ഫോർമാറ്റ് കൊണ്ടുവരുന്നത്. അതാണ് ബാറ്റിൽ അറേ ഫോർമാറ്റ്. അതാണ് ഈ കാണുന്ന പിക്ചർ കണ്ടോ, ബാറ്റിൽ അറേ ഫോർമാറ്റ് കൊണ്ടുവരുന്നു. ബാറ്റിൽ അറേ ഫോർമാറ്റ്. പിന്നെ നിങ്ങൾ വായിച്ചു നോക്കുക സൂര്യാസ്ത്ര റോക്കറ്റ് ലോഞ്ചറിനെ കുറിച്ചും അതുപോലെ തന്നെ മെയിൻ ബാറ്റിൽ ടാങ്ക് അർജുന്റെ സ്ക്രീനകത്ത് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അത് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നില്ല. ക്ലാസ്സിന്റെ ലെങ്ത് ഓൾറെഡി നീണ്ടതുകൊണ്ടാണ്. വായിച്ച് പഠിക്കണം PDF നോക്കിയിട്ട് കേട്ടോ, ഡിഗ്രി ലെവൽ എക്സാമിന് പോകുന്നവര്. അതുപോലെ തന്നെ പത്രക്കട്ടിങ് ഒക്കെ നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമിന് പോകുന്നത് വായിച്ചു നോക്കുക. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിച്ച ഹൈപ്പർസോണിക് ഗൈഡഡ് മിസൈൽ ഏത്? ചിലപ്പോൾ ചോദിക്കാം. പേര് ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് മിസൈൽ. കേട്ടല്ലോ, നമുക്ക് അതിനെ ചുരുക്കി എങ്ങനെ വിളിക്കാം? LRASHM. കേട്ടോ, ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് മിസൈല് LRASHM. ഇത് DRDO ആണ് വികസിപ്പിച്ചത്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഒരുപാട് പ്രധാനപ്പെട്ട ഹെലികോപ്റ്ററുകളെ കുറിച്ചും അതുപോലെ തന്നെ കോമ്പാറ്റ് വെഹിക്കിളിനെ കുറിച്ചും MK2 എന്ന യാന്ത്രികതയിൽ ഉൾപ്പെടുന്ന ബ്രഹ്മോസ് ആകാശ് മിസൈലുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണേ. 2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ക്ലാസ്സിന്റെ ലെങ്ത് കൂടിയതുകൊണ്ട് മാത്രം അവസാനിപ്പിക്കുകയാണ്. 2 ചോദ്യങ്ങൾ. എല്ലാവരും ഈ ചോദ്യങ്ങൾ വായിക്കണം. ഉത്തരം ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇതുവരെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് ഇതുപോലെ കിട്ടില്ല ക്ലാസ് വേണമെങ്കിൽ കമന്റ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം 1 എന്ന് നമ്പർ ഇട്ടിട്ട് കമന്റ് ചെയ്യുക. വായിച്ചു നോക്കിയല്ലോ. കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ഓപ്ഷൻ 1 കമന്റ്, ഓപ്ഷൻ മാത്രം കമന്റ് ചെയ്താൽ 2 എന്നിട്ടിട്ട് ഓപ്ഷൻ മാത്രം കമന്റ് ചെയ്യുക. റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ 14 പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഞാനത് പറഞ്ഞിട്ടില്ല, കാരണം കിടിലൻ ക്ലാസ് ആയിട്ട് 14 പുരസ്കാരം ഓൾറെഡി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ് കാണുക. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണും. അതല്ലെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനൽ കയറി നോക്കുക കേട്ടോ. എന്താണ് രണ്ടാമത്തെ ഇതിന് ഉത്തരം? 133, 21, 31, 13. അപ്പൊ നിങ്ങൾ 2 കമന്റ് ചെയ്യുക, അഭിപ്രായം പറയുക. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.